ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് അമ്പലത്തേക്ക് പോവാണ്. കർക്കിടക 1-ാം തീയതി അല്ലേ. അപ്പം ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കുറേ ആയില്ലേ നമ്മൾ അപ്ഡേഷനൊക്കെ ചെയ്തിട്ട്, ഒരാഴ്ച കഴിഞ്ഞ് തോന്നുന്നുണ്ട് അല്ലേ. ഒരു വീഡിയോ ഉണ്ട്, ഞാനത് റെഡിയാക്കിയിട്ടില്ല, അതുടനെ വരുന്നതായിരിക്കും. ഞാൻ മുക്കുറ്റിച്ചെടി അന്വേഷിച്ച് നടക്കാം. കിട്ടി മുക്കുറ്റിച്ചെടി ഇവിടെ ഉണ്ട്. അപ്പോൾ വരുമ്പോൾ നമുക്ക് പറിക്കാം. ഓക്കെ, കുറ്റിച്ചാന്ത് വെക്കണ്ടേ കർക്കിടകം ആകുമ്പോൾ. ഇന്ന് എൻ്റെ സ്റ്റാറ്റസ് കണ്ടവർക്ക് അറിയാമായിരിക്കും. എനിക്കണ്ണൻ അമ്മയ്ക്ക് ചാന്തും തൊടാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് പൂവ് ഭഗവതി അമ്മയ്ക്ക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. വെറും കൈയോടെ ഭഗവതിയെ കാണാൻ പോകാൻ പാടില്ലല്ലോ. ഒരു 4-5 പൂ പറിക്കുന്നുണ്ട് ഭഗവതിക്ക് കൊടുക്കാനായിട്ട്. ഓക്കെ, മഴ തുടങ്ങി. അപ്പം ഞാൻ വീഡിയോ ഇപ്പോൾ നിർത്തിയിട്ട് അമ്പലത്തിലെത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുട നിർത്തട്ടെ. അവിടെ കാണുന്നത് അവിടെ അമ്പലത്തേക്കുള്ള കർക്കിടക കഞ്ഞി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടി നാരങ്ങ, കിഴങ്ങ് ഒക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചിമാർ. ഇതെൻ്റെ ഒരു ഡ്രീമാണ് കേട്ടോ, നവരാത്രി മണ്ഡപത്തിൽ ഇവിടെ കളിക്കുക എന്നുള്ളത്. ഇപ്പോൾ അവിടെ കച്ചബസ് പറയൊക്കെ വെച്ചിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഡ്രീമാണ് ഈ സ്റ്റേജിൽ ഡാൻസ് ചെയ്യുക എന്നുള്ളത്. കാരണം ഈ സ്റ്റേജ് കെട്ടിയതിന് ശേഷം പിന്നെ പ്രോഗ്രാം അധികം ഉണ്ടായില്ല. ആ കെട്ടിയ ആ വർഷത്തിൽ ആദ്യത്തെ വർഷം ഫ്ലഡ് വന്നു, പിന്നത്തെ വർഷം 2 വർഷം ഫ്ലഡ് വന്നു. അപ്പോൾ പ്രോഗ്രാമുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നത്തെ വർഷം എന്ന് പറയുന്നത് കൊറോണ ആയിട്ട് അങ്ങനെയും പോയി. പിന്നെ ഞങ്ങൾക്ക് പ്രോഗ്രാം കിട്ടിയില്ല. കാരണം ഇവിടെ വേറെ കുറച്ച് ഇതൊക്കെ ഉള്ളത് കൊണ്ട് അത് എടുത്തില്ല ടീച്ചർ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രീമുകളിലൊന്നാണ് അഴിക്കുളങ്ങര അമ്പലത്തിൻ്റെ ഭഗവതിയുടെ മുമ്പിൽ കളിക്കുക എന്നുള്ളത്. ഇതും സാധ്യമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മഴ ഒന്ന് നിന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുളം, കണ്ടിട്ടുണ്ടോ? അപ്പോൾ പ്രീത മേമനെ കണ്ടിട്ടുണ്ടായിരുന്നു. മേമ, അപ്പുവിൻ്റെ വൈഫ്, എല്ലാവരും കൂടെ, പാപ്പനും കൂടെ വടക്കുന്നാഥനെ തൊഴാൻ പോവാണെന്ന് പറഞ്ഞു. അതൊരു സന്തോഷം. സൂര്യനെ കാണുന്നുണ്ടോ നിങ്ങൾ? എന്തെങ്കിലും സൂര്യനെ കാണുന്ന പതിവില്ല. പക്ഷെ എന്നാൽ ആ ഒരു വൈറ്റ് കളർ ഡോട്ട് ഉണ്ടോ, അത് ഭഗവാനാണ്. എന്തായാലും ഇവിടെ നമ്മൾ നാലമ്പലത്തിൽ പോവാത്ത ആളുകൾ, അവിടെ നാലമ്പലമുണ്ട് അറിയാലോ അല്ലേ, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നാലമ്പലത്തിൽ പോവാത്ത ആളുകൾക്ക് ഇവിടെ നിന്ന് ഭഗവാനെ നമസ്കരിക്കണം. അങ്ങോട്ട് നോക്കി നിന്ന് ഭഗവാനെ നമസ്കരിക്കണം. നമ്മൾ ഗുരുവായൂർ മഹാദേവനെ നമ്മൂരപ്പനെ തൊഴുന്ന പോലെ ഇവിടെ നിന്ന് നമസ്കരിക്കണം. പോകാൻ സാധിക്കാത്തത് പോകാനുണ്ട്, പക്ഷേ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടൊന്നും പോകുന്നില്ല. അതിപ്പോൾ ഇവിടെ കഞ്ഞിയുണ്ട് ഉച്ചയ്ക്ക് മുതൽ. അപ്പോൾ അതിനു വേണ്ടി അവർ ടേബിളൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഞാൻ തീർത്ഥം വാങ്ങിച്ചു. കുഞ്ഞു വ്ളോഗ് ആയിക്കോട്ടെ, കൂടുതൽ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് ബാക്കി കൂടെ ചെയ്ത് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ ഉച്ചയ്ക്ക് മുതൽ ഇവിടെ ഒരു 11:30 മുതൽ ഉണ്ടാവും കഞ്ഞി. അപ്പോൾ ഞാൻ പോയി അച്ചുവിനെയൊക്കെ കൂട്ടി, മഴയില്ല എന്നുണ്ടെങ്കിൽ അച്ചുവിനെയും ഒക്കെ കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അതിന് ഞാൻ ഒറ്റയ്ക്ക് വന്ന് കഞ്ഞി അടിച്ചിട്ട് പോവാം. അപ്പോൾ ഇവിടെ കെട്ടുനിറയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയണത് നമുക്ക് ദേവിക്ക് സമർപ്പിക്കാൻ നാളികേരം, അരി, പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കഞ്ഞിക്ക് വേണ്ടിയിട്ട് വഴിപാട് നമ്മൾ കൊടുക്കാം. നേർച്ച ഇടാം. അപ്പോൾ നമുക്ക് പോയാലോ? ഇതാണ് മുക്കുറ്റി.
നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ രാവിലെ പോണ സമയത്ത്, അത് പറിച്ചു. ഇവിടെ എത്തുമ്പോഴേക്കും ഒരു ചെറിയൊരു വാട്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കർക്കിടകത്തിലെല്ലാവരും ഇതിൻ്റെ ഇല ചതച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് അത് നെറ്റിയിൽ തൊടും, മുക്കുറ്റിപ്പൂവ് തലയിൽ ചൂടും. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഇത് സമൂലമാണ് പറിച്ചിരിക്കുന്നത്. സമൂലം വേണ്ടി വരില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറിച്ചപ്പോൾ കൈയോടെ വന്നു. അപ്പോൾ ചാറുണ്ടാക്കി വെച്ചിട്ട് തൊടാം. ഓക്കെ, അപ്പോൾ ഞാൻ സൗണ്ട് എത്ര മാത്രം കിട്ടുന്നത് എന്നറിയില്ല, എന്നാലും ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുക്കാൻ നോക്കാം. ഓക്കെ, നമ്മളിതിൻ്റെ വേര് വേണ്ട, വേര് കട്ട് ചെയ്ത് കളയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു പൂവ് എടുത്തിട്ട് നമുക്ക് ആദ്യം തലയിൽ വെക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് ഇടിച്ച് വീഴും. തലയിൽ വെക്കാൻ പോവാം. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഇലകൾ ഇങ്ങനെ മാറ്റി വയ്ക്കുക. കഴുകണം കേട്ടോ, അതിൽ മണ്ണൊക്കെ ഉണ്ടാവും, കഴുകിയെടുക്കണം. തണ്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് കയ്യിലിട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചതയ്ക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ചാന്താണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ചാന്ത് തൊടാം. ഓൾറെഡി ഞാൻ അമ്പലത്തിലെ ചന്ദനം, ഗണപതി ഹോമം, സിന്ദൂരൊക്കെ തൊട്ടിട്ടുണ്ട്. എന്നാലും ഇതുകൂടെ ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ ഞാനും അച്ചും കൂടെ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഒരു 12 മണിക്ക് ശേഷം മഴയുണ്ടായില്ല. അപ്പോൾ പതുക്കെ ഞങ്ങൾ ഇറങ്ങി. കാരണം കുറച്ചും കൂടെ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിലും തിരക്കാവും. അപ്പോൾ അവൻ ഫ്രണ്ടിൽ നടക്കുകയാണ്. ഇത് വരമ്പത്ത് കൂടെ വേണം അമ്പലത്തിൽ പോകാനായിട്ട്. റോഡുണ്ട്, മെയിൻ റോഡിൽ കൂടെ പോവുക സാധാരണ. പക്ഷെ നമുക്കിത് ഷോർട്ട് കട്ടാണ്. വരമ്പ് കയറിയാൽ നേരെ എത്തുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചുറ്റി വളഞ്ഞ് പോകണം. അപ്പോൾ പാടം, വെള്ളം, ഞാറൊക്കെ നട്ട് കഴിഞ്ഞ സമയമാണ്. നല്ല പോലെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് രാവിലെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, പക്ഷേ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനതിപ്പോൾ എടുത്തിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എത്രമാത്രം വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്നാലും ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താറായി. കുറച്ച് ആൻറ്റിമാർ, അമ്മമ്മമാരൊക്കെ ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് പോകാൻ നിൽക്കുക. അപ്പോൾ ആ അമ്മമ്മ ഇങ്ങോട്ട് വരികയാണ്, വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഒരു ഓട്ടോ വന്നവരെ കൊണ്ടുപോകും. ഞങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, ബാക്കി വിശേഷം അമ്പലത്തിലെത്തിയിട്ട് കാണാം. ഓക്കെ, അമ്പലത്തിൻ്റെ പടി കയറി അവിടെ ചെന്ന് കഞ്ഞി കുടിക്കാം. അവിടുത്തെ കഞ്ഞിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഒരിക്കലെങ്കിലും കുടിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാ ഈ കർക്കിടക മാസത്തിൽ മാത്രം കഞ്ഞി കൊടുക്കണമെന്ന് ചോദിച്ചു. ചില കുട്ടികൾക്കുള്ള സംശയമാണ്. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പഴയ മക്കളുണ്ടാവും, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവിടെ കണ്ടോ ആളുകൾ ക്യൂ ഇല്ല. ഇപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല, ക്യൂ വരുമ്പോഴാണ് ക്യൂ ഉണ്ടാവുക. അവരൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന ആളുകളാണ് തോന്നുന്നുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദാരിദ്ര്യമൊക്കെ ഉള്ള സമയമായിരുന്നു പണ്ട്. ഇപ്പം എല്ലാവർക്കും അങ്ങനെ ദാരിദ്ര്യം പറഞ്ഞൊരു പ്രത്യേക സമയമൊന്നുമില്ല അല്ലേ. അപ്പോൾ അമ്പലങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം എങ്കിലും, അതായത് 3 നേരവും പട്ടിണി കിടക്കുന്ന സമയത്ത് ഒരു നേരമെങ്കിലും ഭക്ഷണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു കോൺസെപ്റ്റ്. ഇതിപ്പോൾ അഴിക്കുളങ്ങര അമ്പലത്തിൽ കർക്കിടകം 31 ദിവസം ഉണ്ടാവും. ഇത് തുമ്പക്കുടം അല്ലേ, തുമ്പപ്പൂവിൻ്റെ കവിത പണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ. മാവേലീനെ വരവേൽക്കാൻ വേണ്ടി തുമ്പപ്പൂക്കളൊക്കെ അണിഞ്ഞൊരുങ്ങി നിന്നതും, അല്ല മറ്റു പൂക്കളൊക്കെ അണിഞ്ഞൊരുങ്ങി നിന്ന് തുമ്പനെ മാത്രം ശ്രദ്ധിക്കാതിരുന്ന് അവസാനം ദേവൻ വന്ന് തുമ്പേനെയാണ്
ശിരസിൽ ചൂടുന്നത്. അപ്പോൾ ആ കഥയൊക്കെ ഞാൻ അച്ഛനും പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയ സമയം മുതൽ ഓരോ തവണ ഇറങ്ങുമ്പോഴും പല തരത്തിലുള്ള ബട്ടർഫ്ലൈസിനെ കാണാറുണ്ട് കേട്ടോ. അതാണ്ടോ, ഇതിനെന്താ പറയുക നിങ്ങളുടെ നാട്ടിൽ? കൃഷ്ണമുടി എന്നാണ് ഇവിടെ പറയുക, കൃഷ്ണകിരീടം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലും ധാരാളം വെറൈറ്റി ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈ. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കണ്ടോയെന്നറിയില്ല, വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. ഞാനിവിടെ വേണമെങ്കിൽ അത് മാർക്ക് ചെയ്തിടാം. സൂം ചെയ്ത് കാണിക്കാൻ എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല. അതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു.